യേശുക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, തിരുവത്താഴത്തിലേക്ക് നിങ്ങളേവരെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് പരിശുദ്ധ തൃത്വത്തിൻ്റെ തിരുനാൾ. ആദ്യമേ തന്നെ തിരുനാളിൻ്റെ എല്ലാവിധ പ്രാർത്ഥനാ മംഗളങ്ങളും നേരുന്നു. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് മൂന്നാളുകൾ ഒന്നായിരിക്കുന്നത് പോലെ നമ്മെ ഓരോരുത്തരെയും ഒന്നായിരിക്കുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ക്രിസ്തുനാഥൻ ഇന്നത്തെ സുവിശേഷത്തിലൂടെ ആഹ്വാനം ചെയ്യുകയാണ്. തൻ്റെ ശിഷ്യന്മാരോട് യേശുക്രിസ്തു പറയുകയാണ്, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ ജനതകളോടും സുവിശേഷം പ്രഘോഷിക്കുവിൻ. അതിനെ തുടർന്ന് നിങ്ങൾ അവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിങ്ങൾ ജ്ഞാനസ്നാനം ചെയ്യുവിൻ എന്നാണ് പറഞ്ഞു വയ്ക്കുക. ഈ ഒരു സുവിശേഷ ഭാഗവും ഈ തൃത്വവും നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ചില കാര്യങ്ങളുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മൂന്നാളുകൾ ഒന്നായിരിക്കുന്നത് പോലെ എൻ്റെ ജീവിതത്തിൽ ഞാനും മറ്റുള്ളവരും ക്രിസ്തു ഒന്നായിരിക്കുവാനായിട്ട് ആഗ്രഹിക്കുക. ഈ മൂവരെ പോലെ നമ്മളെല്ലാവരും ഒന്നായിരിക്കുകയാണ് എങ്കിൽ അവിടെ സ്നേഹത്തിൻ്റെ, മനസ്സിൽ നിറഞ്ഞു ഒഴുകുന്ന സ്നേഹത്തിൻ്റെ, കരുണയുടെ ഒരു ഭാവം ഉണ്ടാവുകയും എല്ലാവരും ഒരുപോലെ ആയിരിക്കുകയും ചെയ്യും. അവിടെയാണ് ഈ ജ്ഞാനസ്നാനം ഉണ്ടാവുക. ഇവിടെ ഈ ഒരു ദിവസം ആഘോഷിക്കുമ്പോൾ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞ ആ വാക്കുകൾ, ലോകമെങ്ങും പോയി എല്ലാ ജനതകളോടും, ഇവിടെ വ്യത്യാസമില്ലാതെ ശിഷ്യന്മാരോട് പറയുകയാണ്, വ്യത്യാസമില്ലാതെ എല്ലാവരോടും സുവിശേഷം പ്രഘോഷിക്കുവാനായിട്ടാണ്. എന്നാൽ എൻ്റെ ജീവിതം, നാം ഓരോരുത്തരും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം എടുത്ത് നോക്കുമ്പോൾ പല വ്യത്യാസങ്ങൾ നാം കാണിക്കാറുണ്ട്. ഇന്ന ആളോട് മാത്രമേ നാം സംസാരിക്കാറുള്ളൂ, ഇന്ന ആളുകളോട് ഞാൻ സംസാരിക്കാറില്ല, ഞാൻ അവരോട് രഹസ്യങ്ങൾ പറയാറുണ്ട്, ചിലരോട് രഹസ്യങ്ങൾ പറയാറില്ല. അങ്ങനെ വ്യത്യസ്തമായ ഒരു രീതിയാണ് നാം കാണിക്കാറുള്ളത്. എന്നാൽ ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഇവർ മൂവരും ഒന്നാണ്. ഇവരെ നാം എപ്രകാരമാണ് ഒന്നായിട്ട് കാണുക എന്ന് പറയുമ്പോൾ, ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളും, കൈകളാകട്ടെ, കാലുകളാകട്ടെ, കണ്ണുകളാകട്ടെ, ഇതിനെല്ലാത്തിനും വ്യത്യസ്തമായ ജോലികളുണ്ട്. എങ്കിൽ പോലും അവ ഒന്നായിരിക്കുന്നത് പോലെ തന്നെയാണ് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഇവർ മൂവരും ഒന്നാണ്. കർത്താവ് യേശുക്രിസ്തു ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ നമുക്ക് നൽകുന്ന സന്ദേശവും അതുതന്നെയാണ്. ജ്ഞാനസ്നാനപ്പെടുത്തുക. എൻ്റെ ജീവിതത്തിൽ ഞാൻ ജ്ഞാനസ്നാനപ്പെട്ടിരിക്കുന്നത് ഇവർ മൂന്ന് പേരുടെയും നാമത്തിലാണ്. ഞാൻ ഈ മൂന്ന് പേരുടെയും നാമത്തിൽ ജ്ഞാനസ്നാനപ്പെട്ടിരിക്കുമ്പോൾ ഞാനും അവരുടെ കൂട്ടത്തിലെ ഒരു അംഗമായിട്ട് മാറണം. അംഗമായിട്ട് മാറുമ്പോൾ ഞാൻ അവരുടെ ജോലി, അവർ എന്താണോ എന്നോടും ആഹ്വാനം ചെയ്യുന്നത് അത് പ്രവർത്തിക്കുവാനായിട്ട് ഞാൻ ബാധ്യസ്ഥനാണ്. കർത്താവ് ഏറ്റവും കൂടുതൽ പറഞ്ഞ ഒരു കാര്യമാണ്, നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിക്കുകയും ജ്ഞാനസ്നാനപ്പെടുത്തുകയും ചെയ്യുവിനെന്നാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആരോടെങ്കിലും സുവിശേഷം പ്രഘോഷിച്ചോ എന്ന് നമുക്ക് സ്വമേധയാ ചിന്തിച്ചു നോക്കാം. ഈ തൃത്വത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ ഒരു വേളയിൽ ഞാൻ ആരോടെങ്കിലും പിതാവിനെ പറ്റി പറഞ്ഞു, ഞാൻ ആരോടെങ്കിലും പുത്രനെ പറ്റി പറഞ്ഞു, ഞാൻ ആരോടെങ്കിലും പരിശുദ്ധാത്മാവിനെ പറ്റി പറഞ്ഞു എന്ന് നമുക്ക് സ്വമേധയാ ചിന്തിച്ചു നോക്കാം. ഇവിടെ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടെയുണ്ട്. പിതാവ് പുത്രനെ അയക്കുകയാണ്, പുത്രൻ പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടാണ് പോകുന്നത്. ഇവർ മൂവരും ചേർന്നുകൊണ്ട് നമ്മെ ജ്ഞാനസ്നാനപ്പെടുത്തിക്കൊണ്ട് മൂവരും പറഞ്ഞ ഒരു വാക്കുകളാണ്, നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിക്കും. ഇതൊരു തുടർച്ചയാണ്. പിതാവ് പുത്രനിലൂടെയും പുത്രൻ പരിശുദ്ധാത്മാവിലൂടെയും ഇവർ മൂന്ന് പേരും എന്നിലൂടെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ എൻ്റെ ഉത്തരവാദിത്വം ഞാൻ പൂർത്തിയാക്കിയോ എന്ന് നമുക്ക് സ്വമേധയാ ചിന്തിച്ചു നോക്കാം. ഈ തൃത്വത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഞാനും തൃത്വത്തിൻ്റെ ഒരു അംഗമാണ് എന്നൊരു ബോധ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം. ഈ അംഗമായ ഞാൻ ചെയ്യേണ്ട ജോലി നമുക്ക് ചെയ്തു തീർക്കാം. ആയതിനാൽ പ്രിയമുള്ളവരെ, ഓരോ തൃത്വത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോഴും എൻ്റെ ജോലി എന്താണ്, കാരണം ഞാൻ തൃത്വത്തിൻ്റെ ഒരു അംഗമാണ് എന്നൊരു ചിന്ത നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.